ട്രെയിനിൻ്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. മക്കളെ, ഇന്ന് ഈ വീഡിയോയോട് കൂടെ ട്രെയിനിൻ്റെ 2024 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കും. ഇനി 2025 ട്രെയിനിൻ്റെ ഒരു കുറച്ച് എക്സാമുകളൊക്കെ നടന്ന് ട്രെയിനിൻ്റെ ഒരു 5-6 ചോദ്യങ്ങളാകുമ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിലവിൽ ഈ വീഡിയോയുടെ കൂടെ ട്രെയിൻ തീർന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശരി, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ആദ്യം ഒരു 3 എണ്ണം ഉണ്ട്, പിന്നെ ഒരു 4 എണ്ണം കൂടെ ഉണ്ട്. 7 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ? അപ്പോൾ തന്നെ ചെയ്ത് നോക്കാനുള്ളവർ ആദ്യം നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ പറയുക. ഉത്തരം കിട്ടാത്തവരെ എക്സ്പ്ലനേഷൻസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60-50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും? മക്കളെ, 2 ട്രെയിനിൻ്റെ കാര്യം പറയുന്നു ഇവിടെ. ഒരു ട്രെയിൻ ഉണ്ട്, അതിൻ്റെ നീളം തന്നിട്ടുണ്ട് 250 മീറ്റർ ആണ് അല്ലേ. അതിൻ്റെ വേഗത തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പെർ അവർ ആണ്. എസ്. ഇനി എതിർദിശയിൽ സഞ്ചരിക്കുന്നവയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എതിർദിശയിൽ സഞ്ചരിക്കുന്നവയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു ട്രെയിൻ ഉണ്ട്, അതിൻ്റെ നീളം തന്നിട്ടുണ്ട് 320 മീറ്റർ ആണ്. സോ രണ്ടും എതിർദിശയിലാണ്. അതിൻ്റെ വേഗത 50 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും? സോ ഇത് ടൈം കാണാനുള്ള ചോദ്യമാണ് അല്ലേ. കടന്നു പോകാൻ വേണ്ട ടൈം കാണാനുള്ള ചോദ്യം. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് ഇക്വേഷൻ. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് ഇക്വേഷൻ അല്ലേ. നമുക്കറിയാം, ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ കടന്നു പോകുന്ന സാഹചര്യം വരുമ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് രണ്ടിൻ്റെയും കൂടെ നീളമാണ്. അപ്പോൾ 250 320 കൂട്ടുന്നതാണ് ആകെ സഞ്ചരിക്കുന്ന ദൂരം അല്ലേ. സോ 300 200 500 570 മീറ്റർ എന്ന് കിട്ടും. 570 മീറ്റർ ഇതാണ് ആകെ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം. ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ റിലേറ്റീവ് സ്പീഡ് കാണാൻ തമ്മിൽ കൂട്ടണം. അപ്പോൾ 60ഉം 50ഉം 110 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. 110 × 5/18 എന്ന് വരും അല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ 110 × 5/18 എന്നുള്ളത് തിരിഞ്ഞ് വരും, മുകളിലേക്ക് വരും അല്ലേ. ഇത് സോൾവ് ചെയ്യുവാണെങ്കിൽ ഈ 0 വെട്ടിപ്പോകും അല്ലേ. മുകളിൽ 57 × 18 എന്ന് വരും. ആണോ? 57 × 18 നമുക്ക് കിട്ടുന്നത് 1026 എന്നാണ്. ഡിവൈഡഡ് ബൈ 11 × 5 55 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുകയല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല ഉത്തരത്തിലേക്ക് എത്താൻ. സോ 18.6 എന്ന് കിട്ടും അപ്രോക്സിമേറ്റ്. സോ 18.6 സെക്കൻഡ് എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 18.6 സെക്കൻഡാണ്. നമുക്ക് സമയം പോകാൻ വേണ്ടി തന്നെ ഇങ്ങനെ വന്ന ഒരു ചോദ്യമാണ്. സോ ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക. ഇങ്ങനെ സോൾവ് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ മക്കളെ, ഇവിടെ നമുക്കറിയാം 2 ട്രെയിനുകൾ, രണ്ടിൻ്റെ നീളം 250ഉം 320ഉമാണ്. ഒരെണ്ണത്തിൻ്റെ വേഗത 60, ഒരെണ്ണത്തിൻ്റെ വേഗത 50, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നത്. കടന്നു പോകാൻ വേണ്ട ടൈം കാണണം. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ. ഡിസ്റ്റൻസ് 570 മീറ്റർ. ഡിസ്റ്റൻസ് 570 മീറ്റർ അല്ലേ. കാരണം 2 ട്രെയിൻ വരുമ്പം രണ്ടിൻ്റെയും കൂടെ നീളം കൂട്ടിയെടുക്കുന്നതാണ് ഡിസ്റ്റൻസ്. ബൈ സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, 2 ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, റിലേറ്റീവ് സ്പീഡ് എടുക്കണം, തമ്മിൽ കൂട്ടണം. സോ 110 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അത് കിലോമീറ്റർ പെർ അവർ ആണ്, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ × 5/18 ചെയ്യണം അല്ലേ. അപ്പം ബൈ 110 × 5/18 വരും. 18 എന്നുള്ളത് 18 തിരിഞ്ഞു പോകും, കാരണം ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിക്കണം എന്നാണല്ലോ. ഓക്കെ, ഇനി 57 0 വെട്ടിക്കളഞ്ഞു. 57 × 18 ചെയ്യുമ്പം 1026/55 എന്ന ആൻസർ കിട്ടും. സോ 18.6 സെക്കൻഡ് എന്നാണ് കിട്ടുന്നത് കേട്ടോ. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ഓക്കെ, സോ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത ആണ് ഇവിടെ കാണേണ്ടത് ആണോ? ആവറേജ് സ്പീഡ് കാണാൻ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി, വേറൊന്നുമില്ല അല്ലേ? ഓക്കെ, സോ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് 360, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ, 4.5 അവർ ആണോ? ഓക്കെ, ഈ 4.5 എന്നുള്ളത് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ 360 കിലോമീറ്റർ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി, 4.5 എന്നുള്ളത് 9/2 എന്നങ്ങ് എഴുതും. അപ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ട് മക്കളെ. 360 ഇൻറ്റു അല്ലേ 2/9 എന്ന് വരും. ഇതും വെട്ടിപ്പോകും. 40 ഇൻറ്റു 2 80 കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 80 കിലോമീറ്റർ പെർ അവർ ആണ്. ചെയ്തത് വ്യക്തമാണല്ലോ. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണിക്കൂറിൽ 64 കിലോമീറ്റർ, മണിക്കൂറിൽ 46 കിലോമീറ്റർ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പരസ്പരം കടന്നു പോകുന്നു. ആദ്യത്തെ വാഹനത്തിൻ്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളം എത്ര? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പം 2 വാഹനങ്ങൾ എന്നാണ്. സോ ആദ്യത്തെ ഒരു വാഹനം അല്ലേ, ഇനി രണ്ടാമതൊരു വാഹനം, ഇങ്ങനെ 2 വാഹനങ്ങളുണ്ട്. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വേഗത 64 കിലോമീറ്റർ പെർ അവറും രണ്ടാമത്തേതിൻ്റെ വേഗത 46 കിലോമീറ്റർ പെർ അവറുമാണ് അല്ലേ. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. 2 മിനിറ്റിനുള്ളിൽ, ഓക്കെ, അവ കടന്നു പോകാൻ വേണ്ടി വരുന്ന സമയം 2 മിനിറ്റാണ്, പരസ്പരം കടന്നു പോകുന്നു. ഇനി ഒരു വാഹനത്തിൻ്റെ നീളം 150 ആണെങ്കിൽ രണ്ടാമത്തേതിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. വ്യക്തമാണല്ലോ മക്കളെ. 2 വാഹനങ്ങൾ, അതിൽ ഒന്നിൻ്റെ നീളം അറിയാം, രണ്ടിൻ്റെയും വേഗത അറിയാം, ഒരേ ഡയറക്ഷൻ ആണെന്നും അറിയാം, കടന്നു പോകാൻ 2 മിനിറ്റ് എടുത്തു എന്ന് അറിയാം, എങ്കിൽ രണ്ടാമത്തേതിൻ്റെ നീളം കാണണം. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ്, നീളം കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഇക്വേഷൻ. ഇവിടെ സ്പീഡ് നമുക്കറിയാം ഒരേ ഡയറക്ഷനാണ് അല്ലേ. സ്പീഡ് കാണാൻ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഒരേ ഡയറക്ഷനാണ്, തമ്മിൽ കുറയ്ക്കണം എന്നല്ലേ പഠിച്ചേ. അപ്പം 46ഉം 64, അതായത് അതിൻ്റെ ഡിഫറൻസ് 18 ആണ്. 18 കിലോമീറ്റർ പെർ അവർ ആണ് ഈ സ്പീഡായിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത്. എങ്ങനെ വന്നു? 64ഉം 46ഉം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമുക്കറിയാം 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം, ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ സ്ഥാനത്ത് ഞാൻ 5 എന്ന് കൊടുത്തു. ടൈം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് 2 മിനിറ്റ് എന്നാണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ എടുത്തത് കൊണ്ട് ടൈം സെക്കൻഡിൽ എടുക്കണം. അപ്പോൾ 2 മിനിറ്റ് എന്നുള്ളതിനെ സെക്കൻഡിലാക്കി പറയണം. അത് 120 സെക്കൻഡ് എന്ന് കിട്ടും. ഈക്വൽ ടു നമുക്ക് 600 മീറ്റർ എന്ന് കിട്ടും ഇവരുടെ ഡിസ്റ്റൻസ്. ഇത് ഒരു വാഹനം മറ്റൊരു വാഹനത്തെ കടന്നു പോകുന്ന സാഹചര്യമായതുകൊണ്ട് ഡിസ്റ്റൻസ് എന്നത് രണ്ടിൻ്റെയും കൂടെ നീളമായിരിക്കും അല്ലേ. അതിൽ ഒരെണ്ണത്തിൻ്റെ 150 ആണെങ്കിൽ രണ്ടാമത്തേൻ്റെ 450 എന്നെടുത്താലേ ശരിയാവത്തുള്ളൂ. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ മക്കളെ, ഒന്നുമില്ല, 2 വാഹനങ്ങൾ, ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, രണ്ടും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ആദ്യത്തേത് രണ്ടാമത്തേതിനെ കടന്നു പോകാൻ 2 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് എടുത്തു. ഒരെണ്ണത്തിൻ്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തേതിൻ്റെ നീളം എത്ര? അപ്പോൾ നീളം കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ശരിയാണോ? സ്പീഡ് ഇൻറ്റു ടൈം. ശരി, ഇനി ഇവിടെ സ്പീഡ് കാണണം. 2 സ്പീഡ് വരുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ തമ്മിൽ കുറയ്ക്കണം എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 64ഉം 46ഉം തമ്മിൽ കുറയ്ക്കുമ്പോൾ 18 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം, ഇൻറ്റു 5/18 ചെയ്താൽ മതി. 18 ക്യാൻസൽ ആകും, ബാക്കി 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡാണ്. ടൈം 2 മിനിറ്റ് 120 സെക്കൻഡാണ്. ടൈം നമുക്ക് സെക്കൻഡിലേ എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ? സ്പീഡ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് എടുത്തേ. അപ്പോൾ ടൈം സെക്കൻഡിൽ എടുത്താലേ ഇവർ തമ്മിൽ ചേരത്തുള്ളൂ, എങ്കിലേ ഡിസ്റ്റൻസ് മീറ്ററിൽ കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ റീസൺ. ഇനി ഇത് ഗുണിക്കുമ്പോൾ 600 മീറ്റർ എന്ന് കിട്ടും അല്ലേ. ഇത് 2 വാഹനങ്ങൾ പരസ്പരം കടന്നു പോകുന്ന സാഹചര്യം അല്ലേ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ നീളമല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് 600 മീറ്റർ എന്ന് കിട്ടിയാൽ രണ്ടിൻ്റെയും കൂടെ നീളം 600 ആണെന്ന് അർത്ഥം.
അപ്പോൾ അതിൽ ഒന്നിൻ്റെ നീളം 150 ആണെങ്കിൽ അടുത്തതിൻ്റെ നീളം ബാക്കിയുള്ള 450 ആയിരിക്കും. സോ രണ്ടാമത്തേൻ്റെ നീളം 450 മീറ്റർ എന്ന് കിട്ടും. റെഡിയാണല്ലോ അല്ലേ? ശരി. അടുത്ത ചോദ്യം, ഒരു ട്രെയിൻ 75 കിലോമീറ്റർ എന്ന വേഗതയിൽ നീങ്ങുന്നു. ആ ട്രെയിൻ 20 മിനിറ്റിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും? മക്കളെ, ഡിസ്റ്റൻസ് കാണാനാ ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഇക്വേഷൻ. ആണോ? ആണ്. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 75 കിലോമീറ്റർ പെർ അവറാണ്. 75 കിലോമീറ്റർ പെർ അവറാണ് സ്പീഡ്. ഓക്കെ, സ്പീഡ് കിലോമീറ്റർ പെർ അവർ എടുത്തത് കൊണ്ട് ടൈം നമ്മൾ അവറിൽ എടുത്തോണം. 20 മിനിറ്റ് എന്നതിനെ അവറിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്തു. ഇപ്പോൾ അവറിലായി. ഓക്കെ ആണോ? ഇതും വെട്ടിക്കളഞ്ഞു. 3 അല്ലേ, 75/3 25 എന്ന് കിട്ടും. 25 കിലോമീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് ക്ലിയർ ആണല്ലോ അല്ലേ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 trains are traveling towards each other. 2 trains are traveling towards each other. തിരുവനന്തപുരം ആൻഡ് കൊല്ലം. ഫ്രം തിരുവനന്തപുരം ആൻഡ് കൊല്ലം. തിരുവനന്തപുരം ടു കൊല്ലം 2 ട്രെയിൻസ് പരസ്പരം ഒരുമിച്ച് വരുന്നു അല്ലേ? ട്രെയിൻ പി ഡിപ്പാർട്സ് തിരുവനന്തപുരം അറ്റ് 4 PM. പി എന്ന ട്രെയിൻ 4 മണിക്ക് പുറപ്പെട്ട് കൊല്ലത്ത് 5 മണിക്ക് എത്തി. അതായത് 1 മണിക്കൂർ യാത്രയ്ക്കെടുത്തു എന്നാണ് അർത്ഥം അല്ലേ? 4 മണിക്ക് ഇവിടുന്ന് പോന്ന് 5 മണിക്ക് കൊല്ലത്തെത്തി. ഓക്കെ, ഇനി അടുത്തത് മീൻ വൈൽ ട്രെയിൻ ക്യൂ കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് 4 മണിക്ക് 5:30 ആയപ്പം തിരുവനന്തപുരത്തെത്തി. 5:30 ആയപ്പോൾ തിരുവനന്തപുരത്തെത്തി. അതായത് 1.5 മണിക്കൂർ യാത്രയ്ക്കെടുത്തു. 1.5 മണിക്കൂർ, 1 മണിക്കൂർ 30 മിനിറ്റ് യാത്രയ്ക്കെടുത്തു അല്ലേ? 1.5 അവർ 1.5 അവർ എടുത്തു അല്ലേ? സോ 1.5 അവർ എടുത്തു. എങ്കിൽ ഇവരെപ്പോഴാണ് പരസ്പരം കണ്ടുമുട്ടുന്നതെന്നാണ് ചോദ്യം. ചോദ്യം നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. അതായത് ട്രെയിനുകൾ ഒരെണ്ണം തിരുവനന്തപുരം ടു കൊല്ലം പോകുന്നു, അടുത്തത് കൊല്ലം ടു തിരുവനന്തപുരം വരുന്നു. രണ്ടും പുറപ്പെടുന്നത് 4 മണിക്കാണ്. ഒരെണ്ണം ആകെ യാത്രയ്ക്ക് 1 മണിക്കൂർ എടുത്തു, ഒരെണ്ണം ആകെ യാത്രയ്ക്ക് 1.5 മണിക്കൂർ എടുത്തു. എപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതാണ്. അതായത് ഒരു ട്രെയിൻ എടുത്തത് 60 മിനിറ്റും ഒരു ട്രെയിൻ എടുത്തത് 90 മിനിറ്റുമാണ്. ഏത് സമയത്ത് ഇവർ പരസ്പരം കണ്ടുമുട്ടും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാലേ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഈ ടെക്നിക്ക്. മക്കളെ, ഇവർ പരസ്പരം കണ്ടുമുട്ടാൻ എടുക്കുന്ന സമയം കാണാൻ ഒന്നുമില്ല. 60 × 90 ഡിവൈഡഡ് ബൈ 60 + 90 ചെയ്താൽ മതി. ഒന്ന് ഓർത്ത് വെക്കുക ടെക്നിക്ക് കേട്ടോ. 60 × 90, ഒരെണ്ണം യാത്രയ്ക്ക് 60 മിനിറ്റ്, ഒരെണ്ണം യാത്രയ്ക്ക് 90 മിനിറ്റ്. ഇടയ്ക്ക് ഇവ എപ്പോൾ കണ്ടുമുട്ടും എന്ന് ചോദിച്ചാൽ 60 × 90 ഡിവൈഡ് ബൈ 60 + 90. ശരി, ഇത് സോൾവ് ചെയ്തേ മക്കളെ. 60 × 90 ഡിവൈഡഡ് ബൈ 60 + 90 എന്ന് പറഞ്ഞാൽ 150 അല്ലേ? ഈ പൂജ്യം വെട്ടിക്കളയാം. 15-ൽ 5 3 5 തവണ, 6-ൽ 3 2 തവണ. ഇതും കൂടെ വെട്ടിക്കളയാം. 18 ആണോ? 18 × 2 36 മിനിറ്റ് എന്ന് കിട്ടും. അതായത് തുടങ്ങിക്കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോൾ ഇവ തമ്മിൽ കണ്ടുമുട്ടും. തുടങ്ങിക്കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോൾ ഇവ തമ്മിൽ കണ്ടുമുട്ടും. അപ്പം 4 മണിക്ക് ശേഷം 36 മിനിറ്റ് കഴിയുമ്പോൾ 4:36 ആകുമ്പം ഇവർ പരസ്പരം കണ്ടുമുട്ടും എന്നാണ്, ഈ ട്രെയിനുകൾ പരസ്പരം കണ്ടുമുട്ടും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നല്ല ചോദ്യമാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്നു. യാത്രയ്ക്ക് 60 മിനിറ്റ് സമയമെടുത്തു. മറ്റൊരു ട്രെയിൻ അതേ സമയത്ത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. യാത്രയ്ക്ക് 1.5 മണിക്കൂർ, അതായത് 90 മിനിറ്റ് സമയമെടുത്തു. എപ്പോൾ ഇവ പരസ്പരം കണ്ടുമുട്ടും? 4 മണിക്ക് ശേഷം എന്ന് ചോദിച്ചാൽ ആ 60ഉം 90ഉം ഗുണിക്കുക, ഡിവൈഡ് ബൈ 60ഉം 90ഉം കൂട്ടുക. 60 × 90 ബൈ 60 + 90. ഓക്കെ അല്ലേ? ശരി, അപ്പം 36 മിനിറ്റ് എന്ന് കിട്ടും. അപ്പം 4 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോൾ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? അതായത് 4 മണി 36 മിനിറ്റ്. ശരി, മുന്നോട്ട് അടുത്ത ചോദ്യം. ഒരു ട്രെയിൻ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. 150 മീറ്റർ നീളമുള്ള പാലം 15 സെക്കൻഡിനുള്ളിൽ കടന്നു പോകുന്നു. അപ്പോൾ മീറ്ററിൽ ട്രെയിനിൻ്റെ നീളം എത്ര?
ഒരു ട്രെയിൻ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. 150 മീറ്റർ നീളമുള്ള പാലം 15 സെക്കൻഡിൽ കടന്നു പോകുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ നീളം മീറ്ററിൽ എത്ര? ഓക്കെ, അപ്പോൾ ട്രെയിനിൻ്റെ നീളം ഡിസ്റ്റൻസ് കാണാനാ ചോദ്യം ആണോ? ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ശരിയല്ലേ? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 90 കിലോമീറ്റർ പെർ അവർ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പം കാണാതെ പഠിക്കണം. 25 മീറ്റർ പെർ സെക്കൻഡാണ് 90 കിലോമീറ്റർ പെർ അവർ. കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ സ്ഥാനത്ത് ഞാൻ 25 കൊടുത്തു. ടൈം തന്നിട്ടുണ്ട് 15 സെക്കൻഡ് ആണോ? ഈക്വൽ ടു 25 ഇൻറ്റു 15. 25 ഇൻറ്റു 15 നമുക്ക് കിട്ടും 375 മീറ്റർ എന്ന് കിട്ടും. 375 മീറ്റർ എന്ന് കിട്ടും. ശരിയാണോ? 375 മീറ്റർ. അപ്പോൾ ഇത് എന്തിൻ്റെയൊക്കെ ചോദ്യമാണ്? ഇത് ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം 375 മീറ്റർ എന്ന് കിട്ടിയത് രണ്ടിൻ്റെയും കൂടെ നീളമാണ്. അതിൽ പാലത്തിൻ്റെ മാത്രം നീളം 150. അപ്പം 375 150 കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ എന്തിൻ്റെ നീളം? ട്രെയിനിൻ്റെ നീളം. 225 മീറ്റർ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയട്ടെ മക്കളെ, ഇവിടെ ഒരു ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യമാണ്. അതിൽ പാലത്തിൻ്റെ നീളമുണ്ട്, ട്രെയിനിൻ്റെ നീളം കാണണം. നീളം കാണാൻ ചോദിച്ചാൽ, ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ഇക്വേഷൻ ആണോ? ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ പെർ അവർ. അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 25 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം. അത് കാണാതെ പഠിച്ചു വെക്കുന്ന ഏറ്റവും നല്ലത്. 90 എപ്പോഴും വരുന്നതാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ 25 ആണെന്നൊന്ന് പഠിച്ചു വെക്കാം. ടൈം 15 സെക്കൻഡാണ്. അപ്പം ഞാൻ സ്പീഡ് എടുത്തത് മീറ്റർ പെർ സെക്കൻഡിലാണ്, ടൈം സെക്കൻഡിലാണ് എടുത്തത്. അപ്പോൾ ഡിസ്റ്റൻസ് 375 മീറ്റർ എന്ന് കിട്ടും. ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യത്തിൽ എപ്പോഴും ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ നീളമായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ നീളം 375 മീറ്റർ ആണെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ? ഇനി അതിൽ പാലം 150 ആണെങ്കിൽ ബാക്കിയുള്ളത് എത്രയാണോ അതാണ് എന്തിൻ്റെ നീളം? ട്രെയിനിൻ്റെ നീളം. സോ 375 150 കുറച്ച് 225 ഈ ട്രെയിനിൻ്റെ നീളം എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, 160 മീറ്റർ നീളമുള്ള ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതായത് 160 മീറ്റർ നീളമുള്ള ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. ഓക്കെ, അപ്പം ഒരു ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി 160 മീറ്റർ സഞ്ചരിക്കാൻ ഈ ട്രെയിന് 8 സെക്കൻഡ് സമയം വേണം. കാരണം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ മറികടക്കുമ്പം സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിൻ്റെ മാത്രം നീളമാണ്. അപ്പോൾ 160 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ് വേണം എന്നർത്ഥം. ഇതേ ട്രെയിന് 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മറികടക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മറികടക്കാൻ 200 മീറ്ററും 160 മീറ്ററും 360 മീറ്റർ സഞ്ചരിക്കണം ആണോ? 360 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. 160 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ്, 360 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം കിട്ടും മക്കളെ. എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? 360 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 160 നമ്മുടെ ഉത്തരം ആണോ? ഇതും കൂടെ വെട്ടിപ്പോയി, 20 ഇതും കൂടെ വെട്ടിപ്പോവും. ആൻസർ 18 സെക്കൻഡ് എന്ന് കിട്ടും. 18 സെക്കൻഡ്. കണ്ടോ? ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ആളെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കേണ്ടി വരും ദൂരം ട്രെയിനിൻ്റെ നീളമല്ലേ? ആളെ കടന്നു പോകാൻ 8 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് 160 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ് എടുത്തു എന്നാണ്. ഇനി 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും സഞ്ചരിക്കണം. 360 മീറ്റർ സഞ്ചരിക്കണം. 360 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് നോക്കിയാൽ ഉത്തരമായി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ ഓപ്ഷൻ ബി ആണ്, 18 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ ട്രെയിൻ എന്ന ചാപ്റ്റർ തൽക്കാലം നിലവിൽ തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ മക്കളെ, താങ്ക്